എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും അലീനയും സ്റ്റാൻലിനെയാണ്. അങ്ങനെ സ്റ്റാൻലി ഹലോ അലീന എന്നും പറഞ്ഞ് കൈ കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ അലീന കൈ കൊടുക്കുന്നില്ല കേട്ടോ. അലീനയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. തന്റെ അച്ഛനെ ആദ്യമായിട്ട് കണ്ടതിന്റെ അല്ലെങ്കിൽ തന്റെ പപ്പനെ ആദ്യമായിട്ട് കണ്ടതിന്റെ സന്തോഷമാണോ, ആ ഒരു എക്സൈറ്റ്മെന്റ് ആണോ, ഇമോഷണൽ ആണോ എന്നൊന്നും അറിയത്തില്ല. സ്റ്റക്കായിട്ട് നിന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, കുഴപ്പമില്ല, സാരമില്ല, മൈ മിസ്റ്റേക്ക്, ഇതെന്റെ മിസ്റ്റേക്കാണ്, ഞാൻ കൈ തന്നത് കൊണ്ടാണല്ലോ, ഞാൻ കൈ തരാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അലീന വേറെ ഏതോ ഒരു ലോകത്താ. അപ്പോഴത്തേക്കും ബാലചന്ദ്രന് മനസ്സിലായി, നന്നായിട്ട് നമ്മുടെ സ്റ്റാൻലിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അലീന കൈ കൊടുക്കാത്തത്. അപ്പൊ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു, അത് പിന്നെ മോളെ ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്, അപ്പോഴത്തെ സാഹചര്യം അതായി പോയി, അങ്ങനെ വേണമായിരുന്നു എന്ന്. അത് വേറെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞത്, കാര്യമുണ്ട്. നമ്മുടെ സ്റ്റാൻലി അലീനയെ കാണാൻ വന്നല്ലോ, അപ്പം അന്ന് അച്ഛനാണെന്ന് പറഞ്ഞില്ലല്ലോ, അപ്പം ആ ഒരു ഇത് നമ്മുടെ അലീനയുടെ മനസ്സിൽ കിടക്കാണ് കേട്ടോ. വല്ലാതെ അങ്ങ് അലീനയ്ക്ക് അത് കൊണ്ടു. കാരണം തന്റെ അച്ഛൻ മുമ്പിൽ വന്ന് നിന്നിട്ടും നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞില്ലല്ലോ. കാരണമുണ്ട്, നമ്മുടെ സ്റ്റാൻലി പറഞ്ഞിട്ടാണ്. സ്റ്റാൻലിക്ക് ഇപ്പം തന്റെ മകളാണോ എന്നറിയാതെ പറയാൻ പാടില്ലല്ലോ. അതുമാത്രമല്ല, നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞായിരുന്നല്ലോ, അന്ന് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് വേറൊന്നുമല്ല, നിങ്ങൾ ഇനി കൊണ്ടുപോയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് അലീനയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ രണ്ടുപേരും കൂടെ ചെറിയ രീതിയിൽ ഒരു ഒളിച്ചുകളി നടത്തിയായിരുന്നല്ലോ, സ്റ്റാൻലിയും ബാലചന്ദ്രനും കൂടെ. അതാണ് അലീനയെ എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതായാലും അലീന അങ്ങ് പോയി കേട്ടോ. അലീന അങ്ങ് പതുക്കെ അങ്ങ് പോയി. ബാലചന്ദ്രനും ആൻസർ കൊടുത്തില്ല കേട്ടോ. ബാലചന്ദ്രനും ആൻസർ കൊടുക്കാതെ അലീന പതുക്കെ അങ്ങ് വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി ചോദിച്ചു, അല്ല നിങ്ങൾ ഒന്നും പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ ഒളിച്ചു കളിച്ചത്, നമ്മൾ ഒരുമിച്ചാണല്ലോ ഇതെല്ലാം ചെയ്തു വെച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, അത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഒളിച്ച് കളിച്ചത്. അപ്പൊ പിന്നെ അവൾ എന്നോട് മാത്രം എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്കാ വരുന്നത് നമ്മളോട് ഞാൻ പറഞ്ഞായിരുന്നു. സ്റ്റാൻലി ജോസഫ് അവളുടെ പപ്പയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവിടെ വന്നതും കണ്ടതും ആ കാര്യങ്ങളൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അതുകൊണ്ടാണോ അവള് പിണങ്ങിപ്പോയത്? പിണങ്ങി അവൾ എങ്ങോട്ടേക്ക് പോകാന്? ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ടെന്നേ, അവള് പിണങ്ങത്തൊന്നുമില്ല, അവൾക്ക് പിണങ്ങാൻ അറിയത്തുമില്ല. അവള് ചെറിയൊരു കൊതിക്കറുവാ. ഞാനിപ്പം വരാം, ഞാനിപ്പം പോയിട്ട് അവളെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി ചോദിച്ചു, അതെ ഞാനൊരു അപ്പോളജി പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറെ അപ്പോളജി പറയേണ്ടി വരും, ഒന്നല്ല കുറെ പറയേണ്ടി വരും. ഏതായാലും ഇപ്പൊ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാം, ഞാൻ വിളിച്ച് അവള് വന്നോളും എന്ന് പറഞ്ഞപ്പോ അതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങിപ്പോയി കേട്ടോ. അലീനനെ നന്നായിട്ട് എഫക്ട് ചെയ്തു. രണ്ടാളും കൂടെ നമ്മുടെ അലീനയെ പറ്റിച്ചല്ലോ. അന്ന് അച്ഛൻ മുമ്പിൽ വന്ന് നിന്നിട്ട് തന്റെ അച്ഛനാണെന്നോ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞില്ലല്ലോ. അതിന്റെ ഒരു വിഷമമാണ് അലീനയ്ക്ക്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പുറത്ത് അലീനയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അലീന തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. എല്ലാരും കൂടെ അലീനയെ പറ്റിച്ചല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം അലീനയ്ക്ക് അത്രയ്ക്ക് സങ്കടം. പ്രത്യേകിച്ച് ബാലചന്ദ്രനും കൂടെ അതിന് കൂട്ടു നിന്നല്ലോ, അപ്പൊ പിന്നെ സങ്കടപ്പെടാതിരിക്കോ. അങ്ങനെ നമ്മുടെ അലീനയെ ബാലചന്ദ്രൻ ചെന്നിട്ട് മോളേന്ന് വിളിച്ചു. അപ്പൊ അലീന ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രൻ വെന്തു പോകുന്നൊരു നോട്ടം. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞില്ലേ? എന്റെ അടുത്തുനിന്ന് സത്യം മറച്ചു വെച്ചില്ലേ അച്ഛന്? എനിക്കറിയാം അച്ഛൻ എൻ്റെ അടുത്തുനിന്ന് സത്യം മറച്ചു വെച്ചു. അത് പിന്നെ അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയായി പോയിട്ടല്ലേ മോളെ. പേര് പോലും അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ, ലാലിച്ചൻ എന്നല്ലേ പറഞ്ഞത്. അത് പിന്നെ ലാലിച്ചന്റെ നിക്നെയിമാണ് ഈ ലാലിച്ചന്റെ അല്ല, സോറി, സ്റ്റാൻലിയുടെ നിക്നെയിമാണ് ഈ ലാലിച്ചൻ എന്ന് പറയുന്നത്. രണ്ടുപേരും കൂടി എന്തിനാ എന്നോട് ഈ കള്ളത്തരം കാണിച്ചത്? എന്നോട് ഇത് വേണമായിരുന്നോ? മോളെ, നീ 23 വയസ്സുള്ള സ്ത്രീയാണ്. അയാൾക്ക് ഞാൻ ഇവിടെ വന്ന് അയാളെ കാണുന്നത് വരെ ഈ ലോകത്ത് നീ ഉണ്ടെന്നോ, അലീന എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല, എന്നെ പോലും അറിയത്തില്ല. അങ്ങനെയുള്ള സ്റ്റാൻലി ജോസഫ് എങ്ങനെ വിശ്വസിക്കും അയാൾക്ക് 23 വയസ്സുള്ള മകള് ഉണ്ട് എന്ന്? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അയാൾ അന്വേഷിക്കണ്ടേ? സത്യമാണെന്ന് ബോധ്യപ്പെടാൻ തെളിവുകൾ വേണ്ടേ? സത്യമാണെന്ന് തെളിഞ്ഞാലും എന്റെ മകളായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനും മനസ്സും അതിനുള്ള സാഹചര്യം ഒക്കെ അയാൾക്ക് വേണ്ടേ? അത് പിന്നെ ഒരച്ഛന് മകളെ അച്ഛന് മകളെ അംഗീകരിക്കാൻ എന്തൊക്കെ പരീക്ഷണങ്ങളാ നടത്തേണ്ടത്?
ഇത് സിനിമയല്ല മോളെ. ഒരു മകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടനെ എന്റെ മോളെ എന്ന് വന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനായിട്ട് അയാൾക്ക് എന്തെല്ലാം നോക്കണം, മുന്നോട്ടുള്ള വെല്ലുവിളികൾ, സ്റ്റാറ്റസ്. ദേ ഞാനേ അന്ന് നിന്നെ സ്റ്റാൻലി ജോസഫ് വീട്ടിൽ വന്നപ്പം ഇതാണ് മോളെ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ പപ്പ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ലാസ്റ്റ് സ്റ്റാൻലിക്ക് അത് സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ, നിന്നെ സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ നീ വിഷമിക്കില്ലേ? അത് പിന്നെ അപ്പൊ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞില്ലായിരുന്നു? ഇന്നലെയാ എന്നോട് പറഞ്ഞത്. ആ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും നിന്നോട് പറയാതിരുന്നത്. അല്ല, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ അച്ഛാ. സ്റ്റാൻലിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പം അപ്പൊ അവരെന്തേ അവരെന്തേ അവരെത്ര കുട്ടികളുണ്ട്? അവരപ്പോ എവിടെയാ? അതൊന്നും എനിക്ക് അറിയത്തില്ല മോളെ. അവർക്ക് എത്ര കുട്ടികളുണ്ട്, ഭാര്യ എവിടെയാണ്, അതൊന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല. ഇനി നിനക്കതൊക്കെ അറിയണമെങ്കിൽ നീ തന്നെ ചോദിച്ചു മനസ്സിലാക്കണം. അല്ല, ഞാൻ ആരോട് ചോദിക്കണം? ആരോടാ ചോദിക്കേണ്ടത്? നീ നിന്റെ അപ്പനോട് ചോദിക്കണം, നിന്റെ സ്വന്തം അപ്പനോട്. നീ കണ്ടില്ലേ അയാളെ? അതാണ് നിന്റെ അപ്പൻ. ഞാൻ കണ്ടു, ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നുക. എനിക്ക് എനിക്ക് വല്ലാത്തൊരവസ്ഥയാ. അത് എങ്ങനെയാ ഞാൻ പറയുന്നത്? മോളെ, അയാള് നിന്നെ മോളെ പോലെ സ്നേഹിക്കും. അതെ, അയാൾ അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അയാൾ സ്നേഹിക്കുമെന്നൊന്നും എനിക്കറിയില്ല. മോളെ, ഞാന് ശത്രുവായിട്ട് കാണേണ്ട ആളാണ് സ്റ്റാൻലി. എനിക്ക് വ്യക്തിപരമായിട്ട് അയാളോട് താല്പര്യമൊന്നുമില്ല. നിന്നെ ഓർത്ത് മാത്രമാ ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് നിനക്കറിയാലോ. അതൊക്കെ അറിയാം അച്ഛ. എങ്കിലും എങ്കിലും ഞാന് അച്ഛന്റെ മനസ്സ് വേദനിച്ചു പോയിട്ടുണ്ടെങ്കിലേ സോറി കേട്ടോ. സോറി, ഒരുപാട് സോറി. ഞാൻ എന്റെ അവസ്ഥ മാത്രമേ ആലോചിച്ചുള്ളൂ. അയാള് നിന്നെ സംരക്ഷിച്ചോളാന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാന് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നെ അയാളുടെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണ്ടേ? വിവാഹത്തിന് മുമ്പ് ഒരു അന്യ സ്ത്രീയിൽ ജനിച്ച മകളുണ്ടെന്ന് ആരും അഭിമാനത്തോടു കൂടി പറയുന്ന എനിക്ക് തോന്നുന്നില്ല. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അച്ഛ. ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് ചോദിച്ചത് വേറൊന്നും കൊണ്ടുമല്ല. എന്തോ എന്തോ അച്ഛൻ എന്നെ പറ്റിച്ച പോലെ എനിക്ക് തോന്നിയിട്ടാട്ടോ. അല്ലാതെ അച്ഛന് വിഷമമൊന്നും തോന്നില്ല. സോറി കേട്ടോ അച്ഛ, അച്ഛന്റെ മനസ്സ് വേദനിച്ചെങ്കില് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാരമില്ല മോള് ബാ, അകത്തേക്ക് കയറി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അലീനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് തന്നെ കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയുടെ അടുക്കളയിൽ 3 പേര് നിന്ന് ഭയങ്കര പാചകമൊക്കെയാണ് കേട്ടോ. ഒരെണ്ണം പൗലോസ്, ഒരെണ്ണം പിന്നെ ഔസേപ്പച്ചന്, പിന്നെ ഉള്ളത് ബൈജു. അപ്പം ബൈജു വന്നിട്ട് നമ്മുടെ ഔസേപ്പച്ചനോട് ചോദിച്ചു, അതെ സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ കയ്യിലൊന്നുമില്ല, ആ പൗലോസിനോട് പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പൗലോസിനോട് പോയി ചോദിക്കുകയാണ് ബൈജു. ചേട്ടൻ എന്തെങ്കിലും പിടുത്തം കിട്ടിയോ? ഓ, ഞാൻ അതിനൊരിടത്തും പിടിച്ചില്ലല്ലോടോ. പിന്നെ എന്ത് പിടുത്തം കിട്ടാനാ എനിക്ക്? ഞാൻ ഒരിടത്ത് പിടിക്കാനും പോയില്ല. അല്ല, വന്നവൻ ആരാണെന്ന് എന്തെങ്കിലും ഒരു ഊഹം കിട്ടിയോന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ പൗലോസ് പറഞ്ഞു, മറ്റേ ആള് പാലാക്കാരനാ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയതല്ലേ. ദേ അത് കോട്ടയം രജിസ്ട്രേഷൻ ആയ കാറ് തന്നെ, അത് ശരിയാണ്. പക്ഷെ ആ പെണ്ണ് ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കണ്ടിട്ടൊരു കല്യാണ പെണ്ണിന്റെ ലക്ഷണമുണ്ട് എന്ന് പിന്നെ പൗലോസ് പറഞ്ഞപ്പോഴത്തേക്ക് ഔസപ്പച്ചൻ പറഞ്ഞു, ദേ പൗലോസ്, ദേ അങ്ങനെയൊന്നും പറയല്ലേ. ദേ ഊളത്തരം പറയരുത് കേട്ടോ. വന്നയാള് ആ പെണ്ണിന്റെ അച്ഛൻ തന്നെയാണ്. അത് ഉറപ്പായ കാര്യമാ. അപ്പൊ എന്തിനാ മകളെയും കൂട്ടി കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അതും നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ആ പാലാക്കാരന്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പൊ ബൈജു പറഞ്ഞു, എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്, എന്തോ ഒരു വശവശമുണ്ട്. അത് പിന്നെ ആ പെണ്ണിന് താമസിക്കാൻ വേണ്ടി അന്ന് തോന്നുന്നു ഗസ്റ്റ് റൂം ഒരുക്കി ഇടാൻ വേണ്ടി ഗസ്റ്റ് റൂം ഒരുക്കി ഇടാൻ വേണ്ടി പറഞ്ഞത്. ആ പെണ്ണിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം എന്നാ എന്നോട് പറഞ്ഞത്. അപ്പൊ മറ്റേ ആള് പോകുന്നല്ലേ? അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അപ്പം ആ പെണ്ണിനെ എന്തിനു കൊണ്ടുവന്നതായിരിക്കും? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആണോ? കേണൽ സാബ് കേക്കണ്ടാട്ടോ, സാറ് അങ്ങനത്തെ ആളല്ല. അപ്പൊ ബൈജു ചോദിച്ചു, എന്നാ പിന്നെ ആന്റപ്പൻ ചേട്ടൻ പറ അതാരാണെന്ന്. ദേ ആന്റപ്പൻ ചേട്ടൻ നാട്ടോ, എനിക്ക് പേരൊന്ന് തെറ്റിപ്പോയ, ആന്റപ്പൻ നാട്ടെ. ഔസേപ്പച്ചനും ആന്റപ്പനും, പൗലോസ് അല്ല കേട്ടോ. ഔസേപ്പച്ചനും ആന്റപ്പൻ എന്നാണ് ഞാൻ ഈ ആന്റപ്പന്റെ അടുത്ത് പൗലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ബൈജു പറഞ്ഞു, അല്ല എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു വശവശമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആന്റപ്പൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഡാനിയ കുഞ്ഞ് ഈ പറയുന്ന ലാലിച്ചന്റെ മൂത്ത മോള്, മൂത്ത മോളുടെ അതേ ഷേപ്പാണെന്നേ ഈ വന്ന് നിൽക്കുന്ന നമ്മുടെ ഈ പാലാക്കാരന്റെ മോക്ക് എന്തോ ഉണ്ട്.
എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നിങ്ങനെ നമ്മുടെ ആന്റപ്പനും പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബൈജു പറഞ്ഞു, എന്നാ പിന്നെ അനിയന്മാരുടെയോ ചേട്ടന്മാരുടെയോ വല്ലോ മകളാണോ? ഷോ അല്ല, ഈ പെങ്കൊച്ചിന് ഇവിടെ ആർക്കും പരിചയമില്ല, ഇതിനു മുമ്പ് വന്നിട്ടുമില്ല. ഷോ ഇതൊരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ. അതെ അതെ, ആ പെണ്ണിന് കേണൽ സാബിനെ പോലും പരിചയമില്ല, ആദ്യമായിട്ടാ കാണുന്നത്. ബന്ധുക്കളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഔസേപ്പച്ചൻ പറഞ്ഞു, അല്ല ഇനിയിപ്പം അകന്ന ബന്ധത്തിലുള്ളതാണെങ്കിലോ? അകന്ന ബന്ധത്തിലുള്ളതാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടേ, ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞ ആന്റപ്പൻ പറഞ്ഞു, കേണൽ സാബ് ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനിലായിരുന്നു ആ പാലാക്കാരൻ വന്നതിൽ പിന്നെ പിന്നെ ആ പാലാക്കാരൻ എന്റെ വീട്ടിലേക്കുണ്ടല്ലോ ഒരു ദിവസം ഇവിടുന്ന് കേണൽ സാബ് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എനിക്കൊരു സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ബൈജു പറഞ്ഞു. ദേ ഈ പറയുന്ന നമ്മുടെ കേണൽ സാബ് റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് റോങ് സൈഡിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ചോട്ടെ, പക്ഷെ നമ്മൾ സംശയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും കേട്ടോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആന്റപ്പനെ വിളിച്ചു കേട്ടോ നമ്മുടെ കേണല്. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റപ്പൻ പറഞ്ഞു, ഞാൻ പോവുകയാണത്, എന്നെ കേണൽ സാബ് വിളിക്കുന്നുണ്ടെന്ന്. ഈ സമയത്ത് ഔസേപ്പച്ചൻ പറഞ്ഞു, അല്ല ആ പെങ്കൊച്ചിനെ കുറിച്ച് ബൈജു നിനക്ക് എന്താണ് അഭിപ്രായം? നല്ല സൂപ്പർ പെങ്കൊച്ച, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏതായാലും കേണൽ സാബ് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലിനെയും ബാലചന്ദ്രനെയും അലീനയും തന്നെയാണ്. അങ്ങനെ സ്റ്റാൻലി ചോദിച്ചു, അല്ല പിണക്കം മാറ്റിയോന്ന്. അപ്പം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവൾക്ക് ആരും ഒരു പിണക്കമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന്, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ. ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അത് പിന്നെ സ്റ്റാൻലി ആദ്യം പരിചയപ്പെടുമ്പം നമ്മളെല്ലാം മറച്ചു വെച്ചല്ലോ, അതവക്ക് പിടിച്ചില്ല. അത് തന്നെ ഇപ്പൊ അവക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഞാൻ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കള് പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പ് ഇണങ്ങാൻ ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ, അതുപോലെയാണ് കാര്യങ്ങളൊക്കെ. ഇമോഷണൽ ആയിട്ടും അവള് തകർന്ന് നിൽക്കുകയാണല്ലോ. അതെ, ബാലചന്ദ്രൻ പറയുന്നത് ശരിയൊക്കെയാണ്. പിന്നെ ഞാൻ കുറെ നാള് ആർമിയിലായതുകൊണ്ട് എനിക്ക് ആരോടും അങ്ങനെ ഇന്റിമൻസി വരാറില്ല. എല്ലാവരും പറയുന്നത് ഞാനൊരു മൊഷടൻ അല്ലെങ്കിൽ മുരടൻ എന്നൊക്കെയാണെന്നാണ്. ദേ അപ്പച്ചൻ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, എന്റെ അപ്പച്ചൻ. അല്ല അത് വെച്ചായിരിക്കും ചിലപ്പോ എന്റെ അപ്പച്ചൻ ഇങ്ങനെ എന്നെ വിലയിരുത്തിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഇവളിപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട അല്ലെങ്കിൽ ദേഷ്യം വന്ന് അല്ലെങ്കിൽ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ഇമോഷണല് അതായിട്ട് മാത്രം കണ്ടാൽ മതി. അവൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൾ അങ്ങനെ ആ ഒരു ഇതായി പോയത്. അവൾക്കും ഒരു ഷോക്കായി പോയില്ലേ, തന്നെ ആദ്യമായിട്ടല്ലേ അവൾ കാണുന്നത്. ഒരു ഒരു ജന്മം നൽകിയ തന്റെ അച്ഛനെ അല്ലെങ്കിൽ തന്റെ പപ്പേനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് അത് എത്രത്തോളം ആണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കാരണം ആദ്യമായിട്ട് സ്റ്റാൻലി ഇവളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോഴത്തേക്കും സ്റ്റാൻലിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായതല്ലേ എന്നിങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവക്ക് പെട്ടെന്ന് സ്നേഹം എന്താണെന്നും ദേഷ്യം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും ഒരാളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, പുറമെ വേറൊരു മുഖവും ഉള്ളിൽ വേറൊരു മുഖവും വെച്ചുകൊണ്ട് ഇവളോട് പെരുമാറരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഇനി ഞാൻ പഠിക്കണം. സ്നേഹം അത് ഒരു സമയം എനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. എന്റെ എന്റെ ആ ഒരു രീതിയൊക്കെ ഒരുപാട് ഒരുപാട് മാറിപ്പോയി. ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പഠിക്കാനുണ്ട് ഞാന്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, അത് വേണ്ടി വരും. അപ്പൊ സ്റ്റാൻലി പറയാ, അതെ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ കുറെ ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, ഇവിടെ എന്തെങ്കിലും ഞാൻ കഴിക്കാൻ തരട്ടെ, ഇവിടെ കുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് തരുമെന്ന് പറയുമ്പോ, അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. അല്ല ഒരു കോഫി, ഒരു ടീ അല്ലെങ്കിൽ സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ വല്ലതും. അല്ല എന്റെ വീട്ടിൽ വന്ന ആളല്ലേ ഒന്നും കഴിക്കാതെ പോവുക എന്ന് പറഞ്ഞാല്. അത് പിന്നെ ഞാനിവിടെ വന്നത് ഇവളുടെ ഡ്രൈവർ ആയിട്ടാ, അലീനെ ഇവിടെ എത്തിക്കുക എന്ന് മാത്രമുള്ള ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഉദ്ദേശം. ഒരു ഡ്രൈവറിനെ അയച്ചാൽ മതിയായിരുന്നു എനിക്ക്. അത് പിന്നെ അങ്ങനെ പറയരുത്, നിങ്ങളെപ്പോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു മിനിസ്റ്റർ വന്നുപോയി, അതൊന്നും എനിക്ക് പ്രധാനപ്പെട്ടതേ അല്ല. പക്ഷേ ഇപ്പം നിങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം. നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ട് പോകാം. ഈ ദിവസത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പ്ലീസ്
എന്റെ കൂടെ ഒരു നേരത്തെ ആഹാരമെങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ബാലചന്ദ്രനോട് പറഞ്ഞു, അച്ഛ കഴിക്ക അച്ഛ, അച്ഛൻ ഇപ്പൊ പോകണ്ട അച്ഛ എന്നുള്ള രീതിയിലാട്ടോ നമ്മുടെ അലീന പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അതേ മോള് പറയുന്നത് കേട്ടില്ലേ, ഞാൻ അവിടെ വന്ന് കോഫി കഴിച്ചില്ലേ, ഇമോഷണലി നമുക്ക് അടുക്കാൻ പറ്റാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ അലീനയുടെ അച്ഛനാണ്, ഞാൻ അവളുടെ പപ്പയാകാൻ പോകുന്നതേ ഉള്ളൂ, നമുക്കിടയിൽ ഒരു പാലമുണ്ട്, ആ പാലം തകർത്ത് കളയണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ ആതിഥ്യം ഒന്നും നിഷേധിക്കുന്നില്ല. അല്ല മോളെ, നമ്മുടെ പെട്ടി എടുക്കണ്ടേ? ഏയ് വേണ്ട വേണ്ട, അതൊക്കെ ആന്റപ്പൻ എടുത്തോളും, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഇവരെ കഴിക്കാനുള്ള മുറിയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ അലീനി ഇങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ. വീണ്ടും ബാലചന്ദ്രന്റെ കൈ ചേർത്ത് പിടിക്കുന്നത് സ്റ്റാൻലിയെ കണ്ടപ്പം മുതൽ നമ്മുടെ അലീനയ്ക്ക് ഒരു അസ്വസ്ഥതയാണ് കേട്ടോ. ഒരു മൊരടനെ പോലെ തന്നെ നമ്മുടെ ഈ സ്റ്റാൻലിനെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സംസാരവും ആ ഗൗരവവും ഒക്കെ ഉള്ള മുഖത്തെ, സാധാരണ ഒരു അച്ഛനും മോളും തമ്മിൽ എന്ന് പറയുമ്പോഴത്തേക്കും കാണാതെ ഇരുന്ന് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു വികാരമായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അതൊന്നും അല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീൻമേശ മുഴുവനും ഇവർക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പഴങ്ങളും സ്നാക്സുകളും ഒക്കെ നിറച്ച് ചായയും കോഫിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്കായിട്ട് അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ വന്ന് നമ്മുടെ ഔസേപ്പച്ചനാന്ന് തോന്നുന്നു എല്ലാം ക്ലീൻ ഒക്കെ ആക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ ഒക്കെ ആക്കി അടുക്കി പറക്കി വെക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനും അലീനയും കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ ഇരിക്കൂ, അല്ല നിങ്ങളും ഇരിക്കൂ, അത് രണ്ടുപേരും ഇരിക്കൂ എന്നുള്ള രീതി പറയാം. എന്നാ പിന്നെ മോൾ ഇരിക്കൂ, മോളെ നീ ഇരിക്കൂ എന്നൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ എന്നൊക്കെ, മോളെ എന്നൊന്നും വിളിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഔസേപ്പച്ചനോട് പറഞ്ഞു അവർക്ക് ടീ ആണ് വേണ്ടത്, ഇവർക്ക് ടീ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഔസേപ്പച്ചൻ ടീ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവർക്ക് കുടിക്കാനായിട്ട്. അങ്ങനെ സ്റ്റാൻലി നമ്മുടെ ഔസേപ്പച്ചനെ പരിചയപ്പെടുത്തി. അതിനുശേഷം ബൈജുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ആന്റപ്പനെയും വിളിച്ചും പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കുക്ക്, പിന്നെ ഇത് ഡ്രൈവറാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ആന്റപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് നമ്മുടെ അലീനയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അവരോട് പറയുന്ന വേറെ എങ്ങനെയല്ല, ഇത് എന്റെ മകൾ അലീന, എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, എനിക്കും അറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന്. ഇത് എന്റെ മകളാണ്. ഇദ്ദേഹം ബാലചന്ദ്ര മേനോൻ, പാലായിലെ ബിസിനസ്മാൻ ആണ്, വലിയ ബിസിനസ്മാന്. ഇദ്ദേഹമാണ് എന്റെ മകളെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു മകൾ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് തല പുകയും. അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം. 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്ത് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പ്രസവിച്ച എന്റെ മകളാണിത് എന്ന്. ഏതായാലും ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും ബാലചന്ദ്രനും ഞെട്ടിപ്പോയി. കേട്ടുനിന്ന ഔസേപ്പച്ചനും ആന്റപ്പനും ബൈജുവും മിണങ്ങസ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ അലീനയാണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും ഒരു മടിയും കൂടാതെ തന്റെ മകളെ പരിചയപ്പെടുത്തുകയാണല്ലോ. കാരണം പെട്ടെന്ന് കയറി വന്ന ഒരു മകളെ അവിടെ ഉള്ളവരോട് പരിചയപ്പെടുത്തുന്നു, ഒരു മടിയും ഇല്ലാതെ. അപ്പൊ ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ചായ പോലും കുടിച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, മിസ്റ്റർ ബാലചന്ദ്രൻ ചായ തണുത്തു പോകും, ടീ തണുത്തു പോകും, കുടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇവര് 3 പേരും പോയി. അവര് 3 പേരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറഞ്ഞു, അവരോട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവർ 3 പേരും കൂടെ ചേർന്ന് ഇന്നേ വരെ ഈ ലോകത്തെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കഥ അവരുണ്ടാക്കി എടുക്കും എന്ന്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റാൻലി, അല്ല നിങ്ങൾക്കൊരു ഭാര്യയും അതുപോലെ മക്കളും ഒക്കെ ഉണ്ടല്ലോ, അവർ ഈ വീട്ടിലില്ലേ എന്ന് അലീന ചോദിച്ചു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്, ബന്ധുക്കളും ഒക്കെ. പക്ഷെ ഈ വീട്ടിലല്ല അവർ താമസിക്കുന്നത് വേറെ വീട്ടിലാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ തോട്ടം നോക്കാൻ വേണ്ടി ഞാൻ മേടിച്ച വീടാണിത്. അഞ്ചലിൽ മറ്റൊരു വീടുണ്ട് എനിക്ക്, അവിടെയാണ് വൈഫും കുട്ടികളും താമസിക്കുന്നത്. അലീനയ്ക്ക് അവരെ എല്ലാം പരിചയപ്പെടേണ്ടി വരും, അതിനൊരു സമയവും ഉണ്ടാകും. അപ്പൊ നമുക്ക് അവരെ എല്ലാം പരിചയപ്പെടാം. അലീന ചായ മാത്രം കുടിക്കുന്നല്ലേ ഉള്ളൂ, ആ സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്ക്, എന്തിനാ കഴിക്കാതിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാന് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് എന്നിങ്ങനെ പറയുക. സ്നാക്സ് കഴിക്കാൻ പറ്റിയ മൂടാണല്ലോ നമ്മുടെ അലീനയ്ക്കും ബാലചന്ദ്രനും. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അലീനെ കേട്ടില്ലേ നീ, സ്നാക്സ് വല്ലതും എടുത്തൊക്കെ കഴിക്ക്. പിന്നെ നീ പറഞ്ഞത് കേട്ടോ, ഇവിടെ പാചകത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്, നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇവിടെ എല്ലാം ഒന്ന് പരിചയപ്പെട്ട് ഈ ഒരു രീതിയുമായിട്ട് ഇണങ്ങിച്ചേരേണ്ട ആ ഒരു ജോലി മാത്രമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ സ്റ്റാൻലി പറഞ്ഞു, ശരിയാ പറഞ്ഞത്, ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇവിടെ എല്ലാത്തിനും ജോലിക്കാരുണ്ട്. പാട്ട് കേൾക്കാൻ, TV കാണാൻ, വായിക്കാൻ പുസ്തകങ്ങളുണ്ട്, പിന്നെ കിടന്നുറങ്ങാം, പിന്നെ എന്റെ നായ്ക്കളോട് കൂട്ടുകൂടാം, അവരെയെല്ലാം
വളരെ നല്ലവരും സ്നേഹമുള്ളവരും നല്ലവരും ഒക്കെ തന്നെയാണ്. മനുഷ്യനേക്കാൾ കൂടുതൽ നന്ദിയുള്ളവരാണ് അവര്. അപ്പം അവരുമായിട്ട് ഇണങ്ങിച്ചേരാം. അങ്ങനെ സമയങ്ങൾ ഒരുപാട് സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറയാ. ഇതൊക്കെ എത്രയൊക്കെ സ്വർഗം കിട്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ അലീനയ്ക്ക് ഒക്കുവോ? അലീനയ്ക്ക് ഏതോ ഒരു കാരാഗ്രഹത്തിൽ വന്ന് പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ.